وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه العزيز أعوذ بالله السميع العليم من الشيطان الرجيم قال الله هذا يوم الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنه ورضوا عنه وهو على كل شيء قدير. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പരമാവധി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ അനുഗ്രഹമാണ് നമ്മുടെ സംസാര ശൈലി. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. നമ്മളൊക്കെ സാധാരണ സൂറത്തുർ റഹ്മാൻ ഓതാറുണ്ടല്ലേ. അർ-റഹ്മാൻ കാരുണ്യകനായ അള്ളാഹു എന്താ ചെയ്തത്? അല്ലമഹുൽ ഖുർആൻ, അവൻ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതാണ് പഠിപ്പാണ് ആദ്യം നടന്നത്. ഇതര ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു സവിശേഷതയാണ് മനുഷ്യന്. പഠിക്കുക അല്ലേ? അത് കാരുണ്യകനായ അള്ളാഹു ഇതര ജീവികൾക്കൊന്നും നൽകാത്ത ഒരനുഗ്രഹമായി മനുഷ്യന് നൽകിയതാണ്. അല്ലമഹുൽ ബയാൻ, നമ്മളുടെ മനസ്സിൽ നാം പഠിച്ചെടുത്ത ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള കഴിവ്, അതിനാണ് ബയാൻ എന്ന് പറയാം. അതും അള്ളാഹു നൽകി. എൻ്റെ മനസ്സിൽ ഉള്ള കാര്യം നിങ്ങളോട് പറയാൻ, അത് നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ, അത് മറ്റൊരു ജീവിയും ഭൂമുഖത്തില്ല അങ്ങനെ പ്രവർത്തിക്കുന്ന, അത് മനുഷ്യൻ മാത്രമാണ്. എന്നാൽ നാവുകൾ കൊണ്ട് മനുഷ്യന് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ കലാമുകൾ സംസാരിക്കാം. എന്നാൽ അതേ നാവ് കൊണ്ട് തിന്മകളും കളവുകളും പറഞ്ഞ് അള്ളാഹുവിൻ്റെ നരകം വാങ്ങാം. നാവ് നമ്മൾക്ക് അള്ളാഹു നൽകിയ മഹാ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ കാണുമ്പോഴാണ് സംസാര ശൈലിയും കഴിവും നൽകിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഓർമ്മ വരിക. അത് ഏതൊരു അനുഗ്രഹവും അങ്ങനെ. ഒരു ചെറിയ പരുക്ക് നമുക്ക് പറ്റിയാൽ ആ പരുക്ക് പറ്റി ഒരു 1-2 മാസം നാം കിടക്കയിൽ കിടക്കുമ്പോഴാണ് നമ്മൾ അറിയുക എഴുന്നേറ്റ് നടന്നതിൻ്റെ അനുഗ്രഹം. കൈകാലുകൾ നമുക്ക് തന്ന റബ്ബ്, അതിന് കഴിവുകൾ നൽകിയ റബ്ബിനെ നമ്മൾ സ്തുതിച്ചു പോകും, നന്ദി കാണിച്ചു പോകും. പക്ഷെ അതൊന്നും ഓർക്കാത്തവരോ കല്ലനാം നാക്കാലികളെ പോലെ ഇവിടെ ജീവിക്കും. അവർ യത്തമത്തവും അവർ സുയിക്കുകയാണ്. അവരുടെ കൈകാലുകൾ ഉപയോഗിച്ച്, അവരുടെ കണ്ണുകൾ ഉപയോഗിച്ച്, അവരുടെ നാവുകൾ ഉപയോഗിച്ച്, അവരുടെ എല്ലാ അവയവങ്ങളും ഉപയോഗിച്ച് അവർ സൂഹിക്കുക ചെയ്യുക. അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. യത്തമത്തവും എഴുക്കുലൂൻ, അവർ നാവും വായും ഒക്കെ ഉപയോഗിച്ച് തിന്നാനാണ് ഉപയോഗിക്കുക. പിന്നെ കളവ് പറയാൻ, പിന്നെ വഞ്ചിക്കാൻ, ഇതിനൊക്കെയാണ് നാവ് ഉപയോഗിക്കുക. എന്നാൽ
അല്ല പറയാണ് അത്തരം ആളുകൾ ഉലായിക്കല്ല ആ നാക്കാലികളെ പോലെയാണ്. തിന്നുക, രമിക്കുക, സുഖിക്കുക എന്നത് മൃഗങ്ങളുടെ സ്വഭാവമാണ്. മനുഷ്യന്മാർക്കത് പോരാ. മനുഷ്യന്മാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശ്വാസിയെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരായത്ത് പരിശോധിക്കാം. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞു. എന്താ അള്ളാഹ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൗഹീദ് ഉൾക്കൊണ്ട ഈമാനുള്ളവരെ, ഇജ്തനിബു കസീറൻ മിനല്ലൻ, നിങ്ങൾ മഹാഭൂരിപക്ഷം ഊഹങ്ങളും ഉപേക്ഷിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ ഊഹിക്കരുത്. പലപ്പോഴും നമ്മളുടെ തലച്ചോറ് കൊണ്ട് നാം ചെയ്യുന്നൊരു പണിയാണ്. വേറെ ആരെയും കണ്ടാൽ അവരെപ്പറ്റി നമ്മൾ ഊഹിക്കും. അങ്ങനെ ഊഹിക്കാൻ പാടില്ല, ഉപേക്ഷിക്കണം. പലതരം ദുസ്വഭാവങ്ങൾക്ക് മനുഷ്യന് അഡിക്റ്റാണ്. അതിലൊരു അഡിക്റ്റിംഗാണ് മറ്റുള്ളവരെ സംബന്ധിച്ച് മോശമായി ചിന്തിക്കുക. പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ള ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞു, ഇയ്യാക്കും വല്ലൻ, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം കേട്ടോ. ഫൈനൽ ലന്ന അക്ദബുൽ ഹദീസ്, വർത്തമാനങ്ങളിൽ ഏറ്റവും കളവായ വർത്തമാനം ഊഹമാണ്. മറ്റൊരാളെപ്പറ്റി നിങ്ങൾ ഊഹിക്കാൻ പാടില്ല. അയാൾ ഇന്നതായിരിക്കും അയാൾ ചെയ്തത്, അല്ലെങ്കിൽ ഇന്നതായിരിക്കും അയാൾ പറഞ്ഞത്, അയാൾ ഇന്നെക്കൊണ്ടായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ അയാളായിരിക്കും ഈ കുടുംബബന്ധം തകർത്തത്, അല്ലെങ്കിൽ അയാളായിരിക്കും ഈ ബിസിനസ്സിന് പാര വെച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഊഹങ്ങളാണ്. കൃത്യമായി തെളിവുകളില്ലാതെ, നിങ്ങളുടെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവല്ല, കൃത്യമായ തെളിവില്ലാതെ വിശ്വാസിക്ക് മറ്റൊരാളെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വിശ്വസിച്ചവരെ, ഈമാനുള്ളവരെ, തൗഹീദുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇജ്തനിബു കസീറൻ മിനല്ലൻ, എന്നിട്ട് പറയാം ഇന്ന ബാലല്ലന്നി ഇസ്മ്, നിങ്ങൾ ഊഹിക്കുന്ന പല ഊഹങ്ങളും പാപമായിരിക്കും, നിങ്ങൾക്ക് പരലോകത്തെ അപകടമാവും. വലാ തജസ്സസു, നിങ്ങൾ ആരുടെയും രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. നമ്മളെ പ്രധാന ജോലി അപ്പം മഴക്കാലാണ്, മെയിൻ പണി പറ, ഒന്ന് ഊഹം, മറ്റൊന്ന് ജാസൂസിൻ്റെ പണി അല്ലേ. മറ്റുള്ളവരെ പറ്റി ഓരോ രഹസ്യങ്ങൾ എങ്ങനെയെങ്കിലും അറിയണം. അതിലേറ്റവും ഉത്കൃഷ്ടർ ആണാണോ പെണ്ണാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പെണ്ണ് പെണ്ണിനെ പറ്റി ചിന്തിക്കുക, ആണിനെ പറ്റി ചിന്തിക്കുക. ചുഴിഞ്ഞന്വേഷിക്കാൻ മിടുക്കന്മാരാരാണ്? ആണാണോ പെണ്ണാണോ? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഖുർആൻ പറഞ്ഞത് വിശ്വസിച്ചവരെ നിങ്ങളത് ചെയ്യരുത്. വലാ തജസ്സസു. പിന്നെ അടുത്തതെന്താ? വലാ യഗ്തബ് ബഅലക്കും ബഅല, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. നാവുകൊണ്ട് ചെയ്യുന്ന പണി തന്നെ ആകും അല്ലേ. മറ്റുള്ളവരെ ദുഷിച്ച് സംസാരിക്കുക. അയാൾ കൊള്ളരുതാത്തവനാണ്, അല്ലെങ്കിൽ ഓള് മോശമാണ്, അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയ പൈസയൊന്നും ശരിയല്ല, ആരൊക്കെയോ പറ്റിച്ചതാണ്, ഗൾഫിൽ നിന്നൊന്നും ഇത്ര പൈസ കിട്ടൂല. ഇതൊക്കെ നിങ്ങൾ ഊഹല്ലേ. അയാളുടെ കാര്യം നിങ്ങളെങ്ങനെ പറയുക? അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അത് അയാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ട്, അയാളും അയാളെ കബറിയിട്ടാവും അല്ലേ. അത് നമ്മൾ പറഞ്ഞാലോ അതും കൂടി നമ്മളെ മേത്തേക്ക് വരും. പറയുന്ന നമ്മൾ അറിയുന്നില്ല. നാവ് തന്ന അനുഗ്രഹങ്ങൾ അത് ഉപയോഗിക്കുക, അത് പറയാനില്ല. വല യഗ്തബ് ബഅലക്കും ബഅല, എന്നിട്ട് അള്ളാഹ് ചോദിക്കുക. അതിനല്ല ഉപയോഗിച്ച വാക്ക് കേൾക്കണം നിങ്ങൾ. അള്ളാൻ്റെ വെറുപ്പ്. പരദൂഷണം പറയുന്ന ആളുകളോട് അള്ളാഹ് പറയാം. ഈ നേരത്തെ പറഞ്ഞ ഊഹം, അതോടൊപ്പം ജാസൂസിൻ്റെ പണിയുണ്ടല്ലോ. ജാസൂസിൻ്റെ പണി പറഞ്ഞാൽ ചുഴിഞ്ഞന്വേഷണം. ഇതൊക്കെ ചെയ്യുന്ന ആളോട് അള്ളാഹ് പറയാം, ആ യുഹിബു അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത്ത, നിൻ്റെ സ്വന്തം ഉമ്മ പെറ്റ സഹോദരൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരായിരുന്നാലും, അത് ആ മയ്യത്ത് എടുത്ത് കെടുത്തിയിട്ട് ആ മയ്യത്ത് നീ മാന്തി തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് ചോദിക്കുക. ആ യുഹിബു അൻ യഅ്കുല ലഹ്മ അഖീഹി മൈത്ത, അവൻ മരിച്ചു കിടക്കുമ്പോൾ ആ മയ്യത്ത് തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരും ചെയ്യൂല്ലോ. എന്നാൽ അങ്ങനെയാണ് എന്ത് ഫകരിഹ്തുമു, അള്ളനെ പറയാം, അത് നീ വെറുക്കുന്നു അല്ലേ. ആ മയ്യത്ത് മാന്തി തിന്നത് വെറുക്കുന്നു. അതുപോലെ വെറുക്കണം മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്ത്, പരദൂഷണം പറയുന്നത്. നമ്മൾ പരദൂഷണം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. മയ്യത്ത് മാന്തി തിന്നുമ്പോഴോ സന്തോഷമല്ലല്ലോ, അല്ല. എന്നാൽ ഇതേ ദുഃഖവും പ്രയാസവും നമുക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് പരദൂഷണം പറയുമ്പോൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ വിശ്വാസിയാവും കേട്ടോ. എങ്കിലേ നമുക്ക് സ്വർഗം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നരകത്തിലെത്തും. അപ്പം നാവ് മുഖേന വിശ്വാസിക്ക് നരകവും സ്വർഗവും നേടാൻ കഴിയും, രണ്ടും നേടാൻ കഴിയും കേട്ടോ. അപ്പം നാവിനെ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നബിയും സഹാബത്തും ഒരു ഖബറിസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈൻ, രണ്ട് ഖബറുകൾക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ഫഖാൽ റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അമാ ഇന്നഹുമാ ലയുഅദിബാൻ, ഈ രണ്ട് ഖബറിൽ കിടക്കുന്ന മയ്യത്തുകളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിൻ്റെ പ്രവാചകന് വഹി കിട്ടിയതാണ്. മയ്യത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഖബറിൽ എന്ന് നബി സഹാബത്തിനോട്. നബി എന്ന് പറയാം, ഒമാ യുഅദിബാനി ഫി കബീർ,
അവർ ശിക്ഷിക്കപ്പെടുന്നത്, രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് ഫി ലായുഅദിബാൻ, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല ഫി കബീരിൻ, വലിയ വൻ പാപങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മളൊക്കെ വൻ പാപം എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക്, സിഹർ, അല്ലേ, ആളെക്കൊല്ലൽ, പലിശ പുജിക്കൽ, ഇതൊക്കെയുള്ള വൻപാപം. അതൊന്നല്ല ഇവർ ശിക്ഷിക്കാൻ കാരണം. ഇവരെന്താ? റസൂല പറയാം, അമ്മ അഹദുഹുമ, ഇവരിൽ ഇപ്പം ശിക്ഷിക്കപ്പെടാൻ കാരണം. അപ്പം ഖബറിലെ ശിക്ഷ, ഈ പരദൂഷണം പറഞ്ഞാൽ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ശിക്ഷ ഉണ്ടാവും, മറന്നുകൊണ്ട ഉണ്ടാവും. അപ്പോഴാണ് ഗീബത്ത് പറയുമ്പോഴേക്കും നാവിനെ പിടിച്ച കളയുക. മറ്റുള്ളവരെ പറ്റി ഒരു സംസാരം നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ട. നമ്മളെപ്പറ്റി തന്നെ നമ്മൾ പറയാൻ മാത്രമുണ്ട്, നമ്മളെപ്പറ്റി ചിന്തിക്കാൻ മാത്രമുണ്ട് ഉണ്ടാവും. വിശുദ്ധരിൽ വിശുദ്ധരാവാൻ, തഖ്വയുള്ളവരാകാൻ, രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ് കേൾക്കണം കേട്ടോ. അപ്പം അള്ളാഹ് പറയുന്നത്, റസൂൽ പറയുന്നുണ്ട്, അമ്മ അഹദുഹുമ, ഇവരൊരാൾ കാന എംഷി ബിൻ നമീമ, അയാളെ മെയിൻ പണി പരദൂഷണം പറഞ്ഞ് നടക്കല. എംഷി എന്നാ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഇരുന്ന് പറയല്ല, നടന്ന് പറയും. ചില ആളുകൾ നല്ല മൈലേജാണ് പരദൂഷണം പറയാം, അല്ലേ? അതിപ്പം നടക്കും വേണ്ട. പുതിയ കാലഘട്ടത്തിൽ ഫോൺ ഉണ്ടല്ലോ, അല്ലേ? സലാം ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇനി അടുത്ത മുഴുവൻ ശിക്ഷ ഉണ്ടാകുന്ന പണിയാണ്. അയാളറിയോ, ഇയാളറിയോ, അയാളെ പൈസ ഉണ്ടാക്കിയ അവസ്ഥ അറിയാം എനിക്ക്, അയാളെ പെണ്ണുങ്ങൾ തലാക്കില്ലേക്ക് അറിഞ്ഞോ, ഇത് മുഹമ്മദ് മാമിനെ മൊയ്യില്ലേ, അതിൻ്റെ കഥ എനിക്കറിയോ. ഇങ്ങനെയാണ് തുടങ്ങുക. നല്ല സുഖം മൂപ്പർക്ക് ഈ പച്ച ഇറച്ചി തിന്നുമ്പോൾ, അല്ലേ? പക്ഷെ അനുഭവിക്കാൻ പോവുക. ഖബറിലേക്ക് വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. ആ മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ തന്നെ റസൂല പറയണത് ശിക്ഷിക്കപ്പെടും. ഇനി രണ്ടാമത്തെ ആളോ, വാമല്ലാഹർ, രണ്ടാമത്തെ ഖബറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കാൻ കാരണം ഫക്കാനല്ല യസ്തത്തിറുമിനൽ ബൗൽ, അദ്ദേഹം മൂത്രമൊഴിക്കുമ്പം മറ സ്വീകരിച്ചിരുന്നില്ല. ചിലരോ കണ്ടില്ലേ, നിന്നങ്ങോട്ട് ഒഴിക്കും, ഒരു മറിയുണ്ടാവില്ല, അല്ലേ? ഇതിനും ശിക്ഷ ഉണ്ട് ഖബറിൽ. ഇപ്പം മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ, മൂത്രമൊഴിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിക്കുക ഖബറിലെ ശിക്ഷ കേട്ടോ. സാധാരണ അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് ശരിക്കും ശുദ്ധി വരുത്താത്ത ആളുകളുണ്ട്, അവരെയും അള്ളാഹു ഖബറിൽ ശിക്ഷിക്കുന്ന റസൂൽ പറഞ്ഞു കേട്ടോ. മൂത്രമൊഴിച്ചിട്ട് ചിലവല്ലേ ശുദ്ധി വരുത്താൻ ഒരു ലേശം വെള്ളം എടുത്തിട്ട് സക്കാറിൻ്റെ മുകളിൽ ഒഴിക്കും, കയ്യോണ്ട് മൂപ്പരിണിച്ച് പോകും. എൻ്റെ മേൽ അത്ര വൃത്തിയോടൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനല്ല പറഞ്ഞത്, ഖബറിൽ ശിക്ഷിക്കപ്പെടും കേട്ടോ. ഇപ്പം എല്ലാവർക്കും അറിയാം എന്ത്, ഇസ്ലാം പഠിപ്പിക്കുന്ന ധർമ്മം മനുഷ്യനെ സ്വർഗത്തിലെത്തിക്കാനുള്ള. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ ശിക്ഷ പറഞ്ഞു. ഇനി റസൂലുള്ള വിശദീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. റസൂലുള്ള പറയാം, ഞാൻ എന്നെയും കൊണ്ട് മലക്ക് ജിബീൽ അലൈഹി ഇസ്ലാം ഒരിക്കൽ സ്വർഗനരകം കാണിച്ചു തന്നു. അതിന് കൊണ്ടുപോയി, സ്വർഗവും നരകവും കാണിച്ചു തരാൻ കൊണ്ടുപോയി. റസൂൽ തന്നെ പറയട്ടെ, അൻസർ റളിയല്ലാഹു പറയാണ്, റസൂൽ പറഞ്ഞു, ലമ്മ ഉരിജ ബി കൗമിൻ, പരലോകത്തെത്തിയപ്പോൾ നരകത്തിലുള്ള ഒരു സമൂഹത്തിൻ്റെ അടുത്ത് കൂടെ എന്നെയും കൊണ്ട് ജിബീൽ കൊണ്ടുപോയി. ലമ്മ ഉരിജ ബി കൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് സാധാരണ മനുഷ്യന്മാർക്കുള്ള നഖമല്ല, നുഹാസാണ്, ചെമ്പാണ്. നഖത്തിന് പകരം ചെമ്പാണ് ഓരോ നഖം. എന്നിട്ടോ യഹ്മിഷൂന ഉജൂഹവും സുദൂറവും, ആ ചെമ്പിൻ്റെ നഖം കൊണ്ട് അവരവരുടെ മുഖവും മാറുടവും വലിച്ചു കീറുകയാണ്. രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഫഖുൽതു, റസൂൽ പറയാം, ഞാൻ ചോദിച്ചു, മൻ ഹാവുലായി യാ ജിബ്രീൽ, ഈ മുഖം വലിച്ചു കീറി മാറിടം വലിച്ചു കീറി രക്തമൊലിപ്പിക്കുന്ന ഇവരാരാണ് എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു. കാല, അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹാവുലായി ലദീന യഅ്കുലൂന ലുഹൂമന്നാസ്, അവർ ജനങ്ങളുടെ പച്ച മാംസം ദുനിയാവിൽ ജീവിച്ച നാളിൽ തിന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പരദൂഷണം പറയുന്നതാണ് അതാണ്. അവരാണ് ഇപ്പോൾ ആ പണിയെടുക്കുന്നത്. ഖബറിൽ ശിക്ഷയുണ്ട്, നാളെ നരകത്തിലോന് മാന്തി കീറുക സ്വന്തം ശരീരം കേട്ടോ. പിന്നെ റസൂൽ തുടരുകയാണ്, യഖഊന ഫീ അഅറാളിഹിം, അവർ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച സംസാരിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും, അല്ലേ? അങ്ങനെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കണില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? മറ്റവനെ വേദനിപ്പിക്കാനുള്ള ഇവനൊരു സന്തോഷമാണ്. പക്ഷെ ഇവനെ അറിയുന്നില്ല, എൻ്റെ മയ്യത്ത് ഇവിടെ അവിടെ പോയാൽ അറിയണം. ഓരോ വെള്ളിയാഴ്ചയിലും നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സ്വർഗം നേടാൻ മയ്യത്ത് പോകുമ്പോൾ അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ഒരുപാട് തിന്മകളുടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറയാൻ കാരണം. ഇപ്പോൾ ഖബറിൽ ശിക്ഷയുണ്ട്, നാളെ നരകത്തിലും ഇതിന് ശിക്ഷയുണ്ട്. ആ കാര്യം മറന്നു പോകണ്ട. ഇനി റസൂലുള്ള പറഞ്ഞെന്താ അറിയോ, അക്സറു ഹത്തായ ഇബ്നു ആദം ഫീ ലിസാനി,
മനുഷ്യൻ സമ്പാദിക്കുന്ന പാപങ്ങളിൽ അക്സർ ഹത്തായ ഏറ്റവും വലിയ പാപം, ധാരാളം പാപങ്ങൾ ഫി ലിസാൻ, ഈ നാവുകൊണ്ടാണ്. നാവ് കൊണ്ടാണ് കണ്ടമാനം പാപം ഉണ്ടാക്കുക. അത് നിങ്ങൾ അറിയില്ല. നമ്മൾ അസ്തഗ്ഫിറുല്ലാ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാ, വലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ നാവുകൊണ്ട് തന്നെ നമുക്ക് കളവ് പറയാം, നമുക്ക് മറ്റുള്ളവരെ പരദൂഷണം പറയാം, കുറ്റപ്പെടുത്താം. ഇതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമ്മളെ പണിയെടുക്കുക പോവുക. ചിലരൊക്കെ പള്ളിയിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും. നിങ്ങളല്ല കേട്ടോ, ചുമരും ചാരി അവിടെ കുത്തിരിക്കും. അതിന് പറ്റിയ ആൾക്കാരെ കൂടെ കൂട്ടും, എന്നിട്ട് ഇരുന്നിട്ടാണ് തുടങ്ങും കേട്ടോ. അത് കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. കേൾക്കണമെന്ന് വെച്ചിട്ടുണ്ട്, നീച്ചാണ്ട് പോകണം. അപ്പം പിന്നെ പറയോ നിങ്ങളെന്താ ഈ ആഹാ അത് ശരി, ഓഹോ അങ്ങനെ ഉണ്ടോ എന്നിട്ട് നിങ്ങൾ ഓനെ മൂപ്പിക്കും. അപ്പോൾ ടൈറ്റാവും. കേട്ടങ്ങൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇസ്ലാം എന്ന് പറഞ്ഞത് നിങ്ങൾ ചോദിക്കേണ്ട 5 വക്ത് നിസ്കരിച്ച് ഒരു ഉംറക്കും പോയി ഒരു ഹജ്ജിനും പോയി കുറച്ച് സക്കാത്തും കൂട്ട് അങ്ങോട്ട് ചെന്നാൽ സ്വർഗം കിട്ടും ചോദിക്കേണ്ട. നാവിനെ നിയന്ത്രിക്കാത്തവർക്ക് കിട്ടൂലാണ്. റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? മൻ യലുമനുലി മാബൈന ലിഹിഹി ഒമാബൈന റിജിലിഹി അലുമനു ലഹുൽ ജന്ന. 2 എല്ലില്ലാത്ത 2 വസ്തുക്കൾക്ക് അല്ലാഹു മനുഷ്യന്മാർക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നാവും, ഒന്ന് ജനേന്ദ്രിയും. അത് രണ്ടും സൂക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ അലുമനു ലഹുൽ ജന്ന, ഞാൻ അവന് വേണ്ടി സ്വർഗത്തിന് ഉറപ്പ് ഞാൻ കൊടുക്കും, അവന് കിട്ടുന്നു. രണ്ടും വലിയ പ്രയാസമാണ് അല്ലേ? നാവിനും നിയന്ത്രിക്കാൻ കഴിയില്ല, ജനേന്ദ്രിയത്തിന് നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലേ? അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. നമ്മൾ നാവിൻ്റെ മുകളിൽ പോവാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നാവ് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടപ്പെടും. ഓരോ വെള്ളിയാഴ്ചയിലും ഖുത്ബ കേട്ട് നീച്ച് പോയാൽ പോരാ, ഞാൻ പറഞ്ഞു പോയാൽ പോരാ. നമ്മൾ പറഞ്ഞവരും കേട്ടവരുമൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ സംബന്ധിച്ച് പരാതി പറയാനോ അവരുടെ അഭിമാനത്തിൽ കൈയിടാനോ ഒന്നും നമ്മൾ ശ്രമിക്കരുത്. ഒക്കെ നമുക്ക് ആപത്താണ്, നമ്മൾ ശിക്ഷിക്കപ്പെടും കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കൽബ് നേരെ നിൽക്കണമെങ്കിൽ നമ്മളെ കൽബ് നേരെക്കൂല, നാവ് നേരല്ലെങ്കിൽ കേട്ടോ. നാവ് നേരക്കല്ലെങ്കിൽ ഈമാൻ തന്നെ ഉണ്ടാവില്ല. കളവ് പറയുന്ന ഒരാൾക്ക് ഈമാൻ ഉണ്ടാവില്ല. അതറിയ നിങ്ങൾ? ഏത് കളവ് പറയുന്ന ആളുടെ ഈമാൻ ചോർന്നു പോകും. ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആൾക്കാർ കളവ് പറയാറില്ലേ? നിങ്ങളെന്താ പറയാറിയോ? അതൊക്കെ ഇപ്പം കളവ് പറയാണ്ടൊക്കെ കയ്യോ മൗലവിന. അത് തെറ്റല്ലേ നിങ്ങൾ പറയുന്നത്? കാരണം അല്ല പറഞ്ഞ് കളവ് പറയാൻ പാടില്ല. അല്ല പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം അല്ല കൽപ്പിച്ചില്ല. അപ്പോൾ കളവ് ഇരിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അല്ല നമ്മളോട് കൽപ്പിച്ചത്. നമ്മൾ പറഞ്ഞെന്താ അറിയോ? മൗലവി നിങ്ങൾ പറയും പോലല്ല, കച്ചവടമൊക്കെ ചെയ്യണമെങ്കിൽ കുറേ കളവ് പറയണം. അതാരും പറഞ്ഞു ഞങ്ങളോട്? ശൈത്താൻ പറഞ്ഞതാ, അല്ല പറഞ്ഞതല്ല. നല്ല പ്രവാചകന്മാരാരും പഠിപ്പിച്ചതല്ല അല്ലേ? എല്ലാ പ്രവാചകന്മാരാരാ? സിദ്ദീഖാണ്, സത്യവന്തന്മാരാ. അല്ലാത്ത ആരും അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുത്തില്ല. എല്ലാ പ്രവാചകന്മാരെ പറ്റി അങ്ങനെ പറഞ്ഞു. ഉദ്കുറു ഫിൽ കിതാബ് ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ അല്ലേ? സത്യവന്തനായ നബിയാണ്. അതുപോലെ ഓരോ നബിമാരെ പറ്റി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതാണ് സിദ്ദീഖൻ നബിയാണ് അല്ലേ? സുഹൃത്ത് മറിയത്ത് മറിച്ചു നോക്കിയാൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ. ഒരു മനുഷ്യൻ്റെ ഈമാൻ നേരക്ക് നിൽക്കൂല, ഹത്താ യസ്തഖീമ കൽബുഹു. മനസ്സ് നേരെ നിൽക്കാതെ. മനസ്സ് നേരെ നിൽക്കുന്നില്ലെങ്കിൽ ഈമാൻ നേരക്കൂല. എന്താ അതിൻ്റെ അർത്ഥം? സ്വത്ത് കാണുമ്പോൾ അതിലേക്ക് പോയി മനസ്സ്, പെണ്ണ് കാണുമ്പോൾ അതിലേക്ക് പോയി മനസ്സ് അല്ലേ? അങ്ങനെയുള്ള ഒരാൾക്ക് ഈമാൻ നേരക്കൂല. നിൽക്കുമോ? ഇത് രണ്ടും ഈമാനെതിരാ. ഇപ്പോൾ അങ്ങനെ പോയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ കൽബുഹു വലാ യസ്തഖീമു കൽബുഹു. മനസ്സ് നേരെ നിൽക്കൂല, ഹത്താ യസ്തഖീമ ലിസാനഹു. നാവ് നേരക്കാതെ. നാവ് നേരക്കാതെ കൽബ് നേരക്കൂല, കൽബ് നേരക്കാണ്ട് ഈമാൻ നേരക്കൂല. അങ്ങനെ ഇതെല്ലാം പരസ്പര ബന്ധമാണ്. എൻ്റെ നാവ് ഞാൻ ഇട്ടടക്കുമെന്ന് അറിയാൻ പാടില്ല. നാവിട്ട് അലക്കുക എന്നപ്പോൾ ആളുകൾ പറയല് അല്ലേ? അതൊരു മുസ്ലിമിന് പാടില്ല. ഒരു മുസ്ലിം വെറുതെ നിസ്കരിച്ച് നോമ്പോറ്റ് ഹജ്ജും ഉംറയൊക്കെ ചെയ്താൽ മരിച്ചു പോയാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കും വേണ്ട കേട്ടോ. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സഫാ മലയിൽ കയറി. സഫായും മറുവായും കണ്ടവരാണല്ലോ നമ്മളൊക്കെ. സഫാ മലയിൽ കയറിയിട്ട് അദ്ദേഹം അന്നഹു ഇർത്തക്ക സഫ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സഫാ മലയിൽ കയറി. ഫഅഖദ ലിസാനഹു. തൻ്റെ നാവ് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ലിസാനി, എൻ്റെ നാവേ, ഖുൽ ഖൈറൻ, നീ നല്ലതേ പറയാവൂ, നീ നല്ലതേ പറയാവൂ. തഗ്നം, എങ്കിൽ നിനക്ക് ഐശ്വര്യവാനാകാം. 2 ലോകത്തും, ഇഹലോകത്തും ഐശ്വര്യവാനാകും, പരലോകത്തും ഐശ്വര്യവാനാകും. വസ്കുത്ത് അൻഷർ, ഒരു തിന്മയും നീ പ്രചരിപ്പിക്കരുത്. പിടിച്ചു വെക്കണം, നിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ.
എങ്കിലോ തസ്ലം നിനക്ക് രക്ഷപ്പെടാം രണ്ട് ലോകത്തും. കളവ് പറയുന്ന ഒരാൾ, അയാൾ കളവൊന്നും പറയില്ലാണ്ട് എന്തുണ്ടാവും? എല്ലാവരുടെ ഇടയിൽ എന്തുണ്ടാവും? ഒരു സ്ഥാനം ദുനിയാവത്തിലുണ്ടാവും. ഇനി ആഖിറത്തിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഭാഗമാണ് ഞാൻ സൂറത്തുൽ മാഇദയിൽ വെച്ച് നിങ്ങളുടെ മുഖവുരയിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് നോക്കാം. അപ്പം അദ്ദേഹം പറയാം, വസ്കുത്ത് അൻസർ തസ്ലം മിൻ ഖബ്ലി അൻ തന്തമ, നിനക്ക് പരലോകത്തിന് ഖേദം വരുന്നതിൻ്റെ മുമ്പ്, ഖേദം വരുമെന്ന് ഓർത്തുകൊണ്ട് നീ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നാവിനെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും കേട്ടോ. പലപ്പോഴും കളവ് ഇങ്ങനെ പറയുമ്പം ഒരു ലൈസൻസും ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ടാവില്ല, ചിലർക്ക് സങ്കടം ഉണ്ടാവില്ല, അത് പറഞ്ഞാലേ അവർക്ക് കിട്ടുള്ളൂ. അങ്ങനെയുള്ളതുണ്ട്. ഭാര്യനോട് തൻ്റെ കുടുംബത്തിലുള്ള പലരെ പറ്റി കുറ്റം പറയും. ഇതൊക്കെ അവൻ്റെ അഭിമാനത്തിലാണ് കൈവെക്കുന്നത്. പറയുമ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭൂമിയിൽ നടന്നു, നിസ്കരിച്ചു, പല ധർമ്മങ്ങൾ നിർവഹിച്ചു, ഒരുപാട് ജിഹാദി രംഗത്ത് പങ്കെടുത്തു, ഒരുപാട് പള്ളിയിൽ കയറി നിസ്കരിച്ചു. എന്നിട്ട് രാത്രി കെടുക്കാൻ നേരത്ത് ഭാര്യനോട് ഇത്തരം സ്വഭാവങ്ങൾ ഉള്ളവർ ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന്. കാരണം എന്താ? മറുപടി ഇല്ലാത്ത ഗോളടിക്കലാണ് എന്ത് ഭാര്യനോട് പറയുന്നത് അല്ലേ? വേറുള്ള ആണുങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ഗോൾ ഉണ്ടാവും, മറുപടി ഉണ്ടാവും. ഭാര്യനോട് പറയുമ്പോഴോ ഒരു മറുപടി ഉണ്ടാവില്ല. ഓൾ കേട്ടിക്കല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ഓൾക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് ഓൾ കേൾക്കുക. പക്ഷെ ഓക്കെ അറിയാം ഇതൊരു പുളുന്താനാണ്. വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല നിങ്ങളെപ്പറ്റി, ഉള്ള അഭിപ്രായം പറഞ്ഞു. കളവ് പറയുന്ന, ഗീബത്ത് പറയുന്ന, പരദൂഷണം പറയുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, ഓരോടൊരു ബഹുമാനം ഉണ്ടാവില്ല, ഒരു സ്നേഹവും ഉണ്ടാവില്ല. എപ്പോഴും ഉള്ളിലേക്ക് ഇങ്ങനെ വെറുപ്പ് കയറി വരിക. മറ്റുള്ളവരെ പറ്റി കുറ്റമൊന്നും പറയാണെന്ന് നോക്കിയാൽ എൻ്റെ ഭർത്താവ് ആരെ പറ്റിയൊന്നും പറയില്ല. അതല്ലേ റസൂലുള്ള പറഞ്ഞത്, മൻകാന യുഅ്മിൻ ബില്ലാഹ് വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലത് പറഞ്ഞാൽ മതി, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാണ്ടെന്നുള്ളൂ. വെറുതെ നാവിട്ടലക്കണ്ട, നാവിട്ടലച്ചാൽ ബുദ്ധിമുട്ടും കേട്ടോ, സൂക്ഷിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും പാപങ്ങൾ വർദ്ധിപ്പിക്കരുത്. അക്സറു ഹത്തായ ഇബ്നു ആദം ഫി ലിസാനി, നാവുകൊണ്ടാണ് വർദ്ധിപ്പിക്കുക, അതുകൊണ്ട് അത് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി കാര്യങ്ങൾ നമ്മളോട് ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സൂറത്തുൽ മാഇദയിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ആ ആയത്തിൽ നിങ്ങൾക്കൊന്ന് അതിൻ്റെ അർത്ഥം ആദ്യം നമുക്ക് കേൾക്കാം. അല്ല പറയാണ്, പരലോകത്ത് വെച്ച് അല്ല പറഞ്ഞൊരു വാക്കാണ്. കാലല്ലാ, അങ്ങനെ തുടങ്ങുന്നത് തന്നെ. കാലല്ലാ, അള്ളാഹു പറയുന്നു, ഹാദാ യൗമു സാദിഖീന സിദ്ഖു, ഇത് സത്യം പറയുന്ന ആളുകൾക്കുള്ള ദിവസമാണ്. പരലോകെ സത്യം പറഞ്ഞവർക്കുള്ള, കളവ് പറഞ്ഞവർക്കുള്ളതല്ല. അപ്പം ഖബറിലിടങ്ങറാണ്, നരകത്തിലിടങ്ങറാണ്, പരലോകത്തിടങ്ങറാണ്. പരലോകത്ത് എന്താ പറഞ്ഞത്? ഇത് സത്യം പറഞ്ഞവർക്കുള്ള ദിവസമാണ്. ഹാദാ യൗമു സാദിഖീന സിദ്ഖു. എന്താ അവർക്കുള്ള പ്രത്യേകത? ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ, ശാശ്വതമായ സ്വർഗപൂങ്കാവനത്തിൽ അവർക്ക് പ്രവേശനം ലഭിക്കും. എന്ന് മാത്രമല്ല, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ കളവ് പറയാത്ത ആളുകൾ അള്ളാഹ് തൃപ്തിയാണ് ഉണ്ട്. അപ്പം അള്ളാഹിൻ്റെ തൃപ്തി, റളിയല്ലാഹു അൻഹും വ റളു അൻഹു, അള്ളാഹു അവർക്ക് നൽകുന്ന സ്വർഗത്തോപ്പും സൗകര്യങ്ങളും ആ സത്യം പറഞ്ഞതിന് കിട്ടിയതിന് അവരും തൃപ്തിപ്പെടും. കിട്ടിയവരും തൃപ്തിപ്പെടും, തന്നോലും തൃപ്തിപ്പെടും കേട്ടോ. രണ്ട് തൃപ്തിയാണ്, രണ്ട് സർട്ടിഫിക്കറ്റാണ്. ഒന്ന് അള്ളാഹു ഇത് തന്നതിനുള്ള നമ്മളെ തൃപ്തി, രണ്ട് നമ്മൾ സത്യം പറഞ്ഞ് കളവ് പറയാതെ മരിച്ചതിനുള്ള തൃപ്തി അള്ളാഹ്ക്കും. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് സൂറത്തുൽ മാഇദയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കളവ് പറയാതെ ശ്രദ്ധിക്കുക കേട്ടോ. കളവ് പറയാണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ അസ്സിദ്ക, നിങ്ങൾ സത്യത്തെ പതിവാക്കണം, മുറുകെ പിടിക്കണം, അതിൻ്റെ പിന്നാലെ കൂടണം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമുണ്ടാക്കും അല്ലേ? കച്ചവടത്തിലൊക്കെ കളവ് പറയാണ്ട് സത്യം പറഞ്ഞാൽ ഉണ്ടാവും, പല നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ കളവ് പറയാൻ പാടില്ല. അതാ റസൂൽ പറഞ്ഞെന്താ? തഹറൗ അസ്സിദ്ക, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം. അതെന്ത് തന്നെ വന്നാലും അതിൽ നിന്ന് വിട്ടുമാറാൻ പാടില്ല കേട്ടോ. അതെന്താ കാരണം? സിദ്ക്കിനെ മുറുകെ പിടിക്കാൻ പറയാൻ കാരണം അത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടം വരും. വൈൻ ഹലക്ക, എത്ര നാശം വന്നാലും എന്തെല്ലാം നഷ്ടം വന്നാലും നിങ്ങൾ കളവ് പറയരുത്. ചിലപ്പോൾ കളവ് പറഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും ഒരു കളവ് പറഞ്ഞാൽ, പക്ഷെ ആ ഒരു കളവ് പറഞ്ഞാൽ നരകം കിട്ടും, ആ ഖബറിൽ ശിക്ഷ കിട്ടും, നാളെ പരലോകത്ത് മുഖം മാന്തിപ്പറിക്കും, മാന്തി രക്തം വരും. ഇതൊക്കെ ആലോചിച്ച് വേണം കളവ് പറയാൻ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും കിട്ടി നിൽക്കുക, നിങ്ങൾക്ക് 10-20 ലക്ഷം ഉറുപ്പ്യ കിട്ടി നിൽക്കുക, എന്ത് കാര്യം ഉണ്ടോ?
പൈസ കൊണ്ടൊരു കാര്യമില്ല എന്ന് എപ്പോഴാണ് മനസ്സിലാകുക അറിയോ? ഒന്ന് ടയർഡായി കിടക്കുമ്പം. ഇത് ടയർഡാകാൻ നമ്മളുടെ ശരീര അവയവങ്ങൾക്ക് കേടുപാട് പറ്റി കിടക്കുമ്പോൾ അറിയാം. അപ്പോഴാണ് പൈസ പറ്റിച്ചുണ്ടാക്കിയൊക്കെ അപ്പം ആലോചിക്കും അല്ലേ? ചിലരൊക്കെ സ്വന്തം പുരയിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പോലും തട്ടിയെടുത്തോളുണ്ടാവും. ആർക്ക് വേണ്ടി അല്ലേ? കണ്ണ് കാണാത്ത ഉമ്മാനെ രജിസ്റ്റർ ഓഫീസിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിൻ്റെ മുമ്പ് കൂട്ടിക്കൊണ്ടാനുള്ള പണിയൊക്കെ അതിൻ്റെ മുമ്പ് എടുത്തു വെക്കും. അതെന്താ? ഉമ്മക്ക് താല്പര്യമുള്ള ഗോരോചനാദി, കൊട്ടഞ്ചുക്കാദി, വെണ്ണതൈലം അങ്ങനെ തുടങ്ങുന്ന ആയുർവേദ മരുന്ന് മുഴുവനും ഉമ്മക്ക് കൊണ്ടുപോയി കൊടുക്കും. ഉമ്മനെ സ്നേഹിച്ചിട്ടല്ല, ആ മുതൽ കൈമലാക്കാനാണ്. ഇപ്പം വിളിക്കുന്നിടത്തേക്ക് ഉമ്മ പോകാൻ. കണ്ണ് കാണാത്ത ഉമ്മനെ കൊണ്ട് എല്ലാ ആദായത്തിനും ഒപ്പിടിച്ച് പൈസ കൈമലാക്കി. എന്നിട്ട് ചങ്ങായി പോയപ്പോഴോ ഇവൻ്റെ മക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, എൻ്റെ അപ്പ ദുനിയാവ് ഉണ്ടാക്കുന്ന തിരക്കിൽ അള്ളാഹുവെ നീ പറഞ്ഞ ഒരു കൽപ്പനകളും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് പടച്ചോനെ മരിച്ചു പോയത്, പുറത്തു കൊടുക്കണേന്ന് ദ്വാരക്കാൻ ഈ മക്കൾ കഴിയില്ല. ആ മക്കളെ ഹറാമായി തിന്നതാ. ഇനി ഓൻ്റെ തലമുറ തിന്നത് അത് തന്നെ. എത്ര ആളുകൾ കൈമലുണ്ടല്ലേ? മറ്റുള്ളവരുടെ സ്വത്തില്ലേ? എന്നിട്ട് ആ സ്വത്തിന് വേണ്ടി കേസ് കൊടുക്കുക, എന്നിട്ട് ഓനെ കോടതി കയറ്റുക അതിൻ്റെ അവകാശിയെ. ഇതൊക്കെ ചെയ്യണമല്ലോ. അത് ആ പൈസ മുഴുവനും കൈമലാക്കിയിട്ട് ഉംറക്കും പോയി. അതിൻ്റെ ആ ഉംറൻ്റെ ഹാലോ അതൊന്നും വിശദീകരിക്കുന്നില്ല. പോയവർക്കറിയാം അതിൻ്റെ ഹാലെന്താന്ന്. മര്യാദക്കുള്ള സമ്പാദ്യം കൊണ്ട് തന്നെ പോയാൽ തക്കവ് കിട്ടാണ്ട് ഉംറ നിർവഹിച്ചും ഹജ്ജ് നിർവഹിച്ചും മടങ്ങുന്നവരാണ് 90%. ഒരു 10% ആളുകൾക്ക് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ തക്കവ് ഉണ്ടാവാറുള്ളൂ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോയി വരുന്നുണ്ട്, മുട്ട അടിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. മുടിയൊക്കെ മുട്ടടിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ സാധുര്യമായി തോന്നും. ഇപ്പം അതിന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉംറക്ക് പോകാത്തവരും മുട്ട അടിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ഗുണ്ടാണെങ്കിൽ അതിനും മുട്ട വേണമെന്നാണ്. ഉംറക്ക് പോയാൽ ഗുണ്ടായിട്ടാണ് വരുന്നതെന്നാ? അതല്ല ഞാൻ പറഞ്ഞു. ചിലപ്പോൾ അകലിയാകാം. ചിലവരൊക്കെ കേസും കെട്ടൊന്നും പറഞ്ഞാൽ ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോഴും അവകാശികൾ കൊണ്ട് പറയും, നിങ്ങളേതായാലും ഹജ്ജിന് പോകുമല്ലേ ഉംറക്ക് പോകുമല്ലേ, നമ്മളെ അവകാശമൊക്കെ ഒന്ന് തന്നിട്ട് പോയിക്കോളിന്ന്. അപ്പോൾ മുപ്പത് പറയും അതൊക്കെ ഞാൻ പോയി വന്നിട്ട് തരാൻ. പോയി കണ്ട് എന്താ കേസ് കൊടുക്കാൻ പോവുക? അതാ ഞാൻ പറഞ്ഞു, പോയി എന്നാൽ ഉണ്ടാവുന്നു. എത്ര ആളുകൾ സ്വന്തം രക്തബന്ധത്തിൻ്റെ മുതൽ പോലും പറ്റിച്ചെടുത്തിട്ട് ഖബറിലെങ്ങനെ പോയി കിടക്കും എന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞെന്താരോ, മൻ അഹദ മിനൽ അർളി ശിബ്റൻ ബിഗൈരി ഹഖി, അവകാശമില്ലാതെ ഒരു ചാൺ ഭൂമി അന്യരുടെ നിങ്ങൾ പിടിച്ചെടുത്താൽ ഹുസിഫ ലഹു യൗമൽ ഖിയാമത്തി ഇലാ സബി അർലീൻ, നാളെ അള്ളാഹു നരകത്തിൻ്റെ 7 തട്ടിലേക്ക് ഓനെ താഴ്ത്തി വിടും. അങ്ങനെയുണ്ട്. അത് വിടുമ്പോഴാണ് അപ്പം ഉണ്ടാവുക മക്കൾ, അപ്പം ഉണ്ടാവും ഇത് ഇന്ന ഭാര്യ, അത് നമ്മൾ ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച കുടുംബക്കാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, ആരുണ്ടാവില്ല. സ്വന്തം അനുഭവിക്കണ്ടേ? ആ പ്രയാസത്തെക്കുറിച്ച് ഇവിടുന്ന് ആലോചിക്കാട്ടോ. അങ്ങനെ വേണം പോകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറിക്കൊണ്ട് അതിശക്തമായ ഉച്ചത്തിൽ റസൂലുള്ള പറഞ്ഞു, സയ്യിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിമ്പർ, നബി മിമ്പർമ കയറി, ഫനാദാ ബി സൗത്തിൻ റഫീ, അതിശക്തമായ ഉച്ചത്തിൽ റസൂലുള്ള വിളിച്ചു പറഞ്ഞു, ഫഖാല യാ മഅ്ശറമൻ അസ്ലമ ബിലിസാനിഹി, നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരെ എന്നാ വിളിച്ചത്. നാവ് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരെ, വലം യഫ്ലിൽ ഈമാന ഇലാ ഖൽബി, കൽബിലേക്ക് ആ വാക്യത്തിൻ്റെ ഈമാൻ എത്തിയിട്ടില്ലാതെ, ആ പറഞ്ഞ വാക്യത്തിൻ്റെ ഈമാൻ കൽബിലേക്ക് എത്താതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആളുകളെ എന്നാണ് വിളിച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞറിയോ, ലാ തൂദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകളെ ഉപദ്രവിക്കരുതട്ടോ. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച മുസ്ലിങ്ങളെ നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുതട്ടോ. വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ നിന്ദിക്കരുതട്ടോ, മോശാക്കരുത്. വലാ തത്തബിയു ഔറാത്തിയും, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ ചികഞ്ഞന്വേഷിക്കരുത്. ഫൈന്നഹു മൻ തത്തബ ഔറത്ത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ചാൽ തത്തബ അല്ലാഹു ഔറത്തുഹു യഫ്ലിഹു വലു ഫി ജഹ്ലി റഹ്ല, അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങൾ ആരാരും അറിയാതെ നിങ്ങൾ മരിക്കുന്നവരെ അള്ളാഹു പുറത്തു വിടാത്ത രഹസ്യം അത് അള്ളാഹു പരലോകത്ത് പുറത്തു വിട്ടിട്ട്, അതും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് വെച്ച് നിങ്ങൾ ചെയ്ത് തെറ്റായിരിക്കും, പക്ഷെ അത് അള്ളാഹു നിങ്ങളെ വഷളാക്കും അവിടെ കൊണ്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ രഹസ്യം ചുഴിഞ്ഞന്വേഷിച്ചെടുത്താൽ അള്ളാഹു നിങ്ങളുടെ രഹസ്യം പരലോകം ചുഴിഞ്ഞന്വേഷിച്ചെടുത്ത് അള്ളാഹു പരലോകത്തിന് വഷളാക്കും.
ഇനി എന്താ കേൾക്കണ്ടത്? അപ്പം നിർത്തിക്കൂടെ? എൻ്റെ ഹുത്തുബല്ലേ വെച്ച് ഈ സ്വഭാവം. ഏതായിരുന്നാലും ഒരുപാട് അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം അർഹമുറാഹിമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇതുപോലെ തെറ്റുകൾ ചെയ്ത് മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിന്ത ശക്തമാവുമ്പോൾ അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യും. അതാണ് തൗഫീഖ് ചെയ്തതാണ്. ഒരാൾക്കും തൗഫീഖ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് അള്ളാഹ് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ട് അറിയോ? കേട്ടോളൂ നിങ്ങൾ. അള്ളാഹ് സൂറത്തുൽ അഹ്സാബിൽ പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കേട്ടോ. എന്താ സൂക്ഷ്മതകളുടെ രേഖ? വഖൂലു ഖൗലൻ സദീദ, സത്യേ പറയാവൂ. അതാണ് തഖ്വ. ഇത് കുറേ തലേക്കെട്ടും തൊപ്പിയും വെള്ളക്കുപ്പായും താടിയൊക്കെ വെക്കൽ മാത്രമല്ല. അതൊക്കെ ആർക്കും ചെയ്യാം. അതൊക്കെ അങ്ങനെ മുടക്കില്ലാണ്ട് നടന്നോളൂ. പക്ഷെ നാവ് കളവ് പറയാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം അല്ലേ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. വഖൂലു ഖൗലൻ സദീദ. എന്നാലോ അങ്ങനെ നിങ്ങൾ നാവ് കളവ് പറയാതിരുന്നാൽ യുസ്ലിഹിലക്കും അഅ്മാലക്കും, നിങ്ങളുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും സ്വയം നന്നാവും. കളവ് പറയുന്ന ആളുടെ മറ്റ് പ്രവർത്തനങ്ങൾ നന്നാവില്ല. അതൊക്കെ ബാത്തിലായി പോകും, നന്നാവില്ല കേട്ടോ. കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യുക, എന്താ അവൻ്റെ ഹാല്? കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നവൻ്റെ ഹാലെന്താ? റസൂൽ എന്താ പറഞ്ഞത്? അത്താജിറുൽ ഖാദിബ്, കള്ള കച്ചവടക്കാരൻ, മാൽ ഫുജാർ, തെമ്മാടികളോടൊപ്പമുള്ള നരകത്തിലാണ്. സാധാരണക്കാരൻ്റെ കൂടെ അല്ല. രണ്ട് നരകമുണ്ട്. ഒന്ന് ഫുജാറുകൾക്ക്, നമ്മൾ ഇവിടുത്തെ ഉണ്ടല്ലോ, ചിലർ പറയില്ലേ തെമ്മാടി കുയിൻ, അതാ മാൽ ഫുജാർ. എന്നാലോ അത്താജിറു സിദ്ദീഖ്, സത്യവന്തനായ കച്ചവടക്കാരനോ മാൽ അബ്രാർ, പുണ്യവാളന്മാരോടൊപ്പം സ്വർഗത്തിലാണ്. കച്ചവടം ചെയ്തിട്ടുള്ളൂ, കളവ് പറഞ്ഞില്ല, കളവ് ചെയ്തിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോഴാണ് പറയുന്നത് ഇതൊക്കെ മൗലി ഇക്കാലത്ത് കയ്യോന്ന്. കയ്യാത്ത കാര്യം അല്ല കൽപ്പിക്കോ? അല്ല പൊട്ടനാ? അതല്ല അല്ല പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് ഇടക്കിടക്ക് ഓതല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞ് നിർബന്ധിക്കൂലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായി മാറണം. ഒരിക്കൽ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി അസ്സഖഫി നബിയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ മുറുകെ പിടിക്കേണ്ട സുപ്രധാനമായ കാര്യം എന്താണ് മരണം വരെ? അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഹദ്ദിസ് നബി അംരിൻ അഅ്തസിമു ബി, ഞാൻ മരണം വരെ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം റസൂൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പം നബി പറഞ്ഞു, കുൽ, നീ പറയണം റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്നും, സുമ്മസ്തഖിം, പിന്നെ നീ നേരെ ചൊവ്വ ജീവിക്കുക. അങ്ങനെ എൻ്റെ റബ്ബ് അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സുമ്മസ്തഖിം, നേരെ ചൊവ്വ ജീവിക്കുക. നമുക്ക് റബ്ബ് അല്ല എന്ന് പറയാൻ കഴിയും, പക്ഷെ നേരെ ചൊവ്വ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് പല വക്രത ഉണ്ടാവും, പല കള്ളത്തിലുണ്ടാവും അല്ലേ? ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഓതും കേട്ടോ. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, സുമ്മസ്തഖിം ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, ഞാൻ എൻ്റെ കാര്യത്തിൽ, ആരുടെ കാര്യത്തിൽ? സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി സഖഫിയുടെ കാര്യത്തിൽ, റസൂലെ നിങ്ങൾ എന്താണ് എൻ്റെ കാര്യത്തിൽ ഭയപ്പെടുന്നത്? ഞാൻ ഏത് തെറ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഞാൻ ഏത് തെറ്റ് ചെയ്യാൻ എനിക്ക് സാധ്യതയുള്ളത്? നിങ്ങൾ ഏതാ ഭയപ്പെടുന്നത്? ഫഅഖദ ബിലിസാനി, നബി തൻ്റെ നാവ്, സ്വന്തം നാവ് പിടിച്ചിട്ട് പറഞ്ഞു. സുമ്മക്കാല, പിന്നെ നബി പറഞ്ഞു, ഹാദ, ഇതാണ് ഞാൻ ഭയപ്പെടുന്നത്. ഉണ്ടോ? നാവിനാണ് ഞാൻ ഭയപ്പെടുന്നത്. നിൻ്റെ നാവ് കളവ് പറയുകയും പരദൂഷണം പറയുകയും ഗീബത്ത് പറയുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവരുടെ അഭിമാനക്ഷതം നടത്തുകയൊക്കെ ചെയ്തിട്ട് മരിക്കേണ്ട ഒരു ഗതികളിലേക്ക് നീ വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? വെറുതെ അങ്ങ് ജീവിച്ചാൽ പോരാ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നത് മാത്രമല്ല, റസൂല പറഞ്ഞ വേറൊരു വാക്ക് കൂടി കിട്ടുന്നത്. റസൂല പറയാം, കളവ് പറയാതിരുന്നാൽ അന സഈമു ബൈത്തിൻ ഫി വസ്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്, അതിനുവേണ്ടി ഞാൻ അള്ളാഹിനോട് വാദിക്കും, കളവ് പറയാത്ത ആൾക്ക് വേണ്ടി. പരലോകത്തിനെ അള്ളാഹിൻ്റെ റസൂൽ വാദിക്കും, എന്ത്? ഇയാൾ കളവ് പറഞ്ഞില്ല പടച്ചോനെ, അതുകൊണ്ട് ഇയാൾക്ക് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു വീട് കൊടുക്കണം എന്ന് റസൂല വാദിക്കും. അന സഈമു ബൈത്തിൻ ഫി വസ്തിൽ ജന്ന, ആർക്ക്? ലിമൻ തറക്കൽ കദീബ്, കളവ് ഒഴിവാക്കിയവൻ. ലിമൻ തറക്കൽ കദീബ് ഒയിൻകാനം മാസിയന്, തമാശക്ക് പോലും. ചിലരൊക്കെ തമാശക്ക് വെറുതെ കളവ് പറയും അല്ലേ? അതും പാടില്ല, അതൊക്കെ കളവ് തന്നെ. അതുകൊണ്ട് റസൂൽ പറയുന്നത്, തഹറവ സിദ്ക, നിങ്ങൾ സത്യം അതിൻ്റെ പിന്നാലെ കൂടണം. വൈൻ റായിത്തും അന്നഫീൽ ഹലക്, അതിലെത്ര നഷ്ടം വന്നാലും ഫൈന ഫീഹി അൻ നജാത്ത്, അന്തിമ വിജയം സത്യത്തിനാണ്.
അതൊരിക്കലും കളവിനുണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ കളവ് പറയാതെ സത്യസന്ധന്മാരായി ജീവിക്കുക. ഇനി അത് മാത്രമല്ല, കളവ് പറഞ്ഞാൽ നാവോട് തന്നെ പറഞ്ഞില്ല. ഒരു ലാഭവും ഇല്ലാത്ത കളവ് പോലും കളവാണ്. കാര്യങ്ങൾ ഒരു ലാഭവും ഇല്ലാതെ നമ്മൾ കളവ് പറയില്ലേ? നമുക്ക് ലാഭമൊന്നുമില്ല, വെറുതെ ഒരു കളവ് ഫ്രീ ആയിട്ട് അങ്ങനെ പറഞ്ഞല്ലേ. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മ റളിയല്ലാഹു നബിയോട് വന്ന് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ, ഇതാ കാലത്ത് ഇഹ്ദാനാലി ഷൈഇൻ തസ്തഹി ഇലാ അസ്തഹി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അതായത് റസൂലുള്ളാഹിൻ്റെ കുടുംബമാണല്ലോ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം ഒരാൾ കൊണ്ടുതന്നു, നമുക്ക് കൊണ്ടുതന്നു, അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ യുഅദ്ദു ദാലിക കദിബൻ, അത് കളവാകുമോ? ഉള്ളിൽ വേണമെന്നുണ്ട്, പക്ഷേ അങ്ങനെ നിങ്ങൾ പറയില്ലേ, ചിലപ്പോൾ ഒരാൾ തന്നാൽ വേണ്ട, അല്ല ഇപ്പം ചാടിക്കണം, ഇല്ല എപ്പോൾ കുടിച്ചു കളവാ, അങ്ങനെ പറഞ്ഞാൽ കളവാകുമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒരാൾ കൊണ്ടു തന്നു, ഇതിവിടെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ കളവാകുമെന്ന ചോദ്യം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ കദിബ യുക്തബു കദിബൻ, കളവ് തന്നെയായി എഴുതപ്പെടും. എൻ്റെ മനസ്സിലുള്ള കളവാണുള്ളത്, എൻ്റെ മനസ്സിലില്ലല്ലോ. ഹത്താ തുക്തബ കുതൈബത്തൻ അങ്ങനെ കൊച്ചു കളവുകൾ എഴുതി വെച്ച് നീ ആരാവും? ഖദാബ്. നാളെ പരലോകത്ത് ആ ആളെ വിളിക്കുക അങ്ങനെ, ഖദാബ്, കള്ളൻ. നമ്മളെ പേരൊക്കെ മാറി അള്ളാഹു അങ്ങനെ വിളിക്കുന്ന കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു കുട്ടിയാണ് കാലത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, അബ്ദുല്ലാഹി ഇബ്നു ആമിറിൻ്റെ വീട്ടിൽ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പം കുട്ടിയായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ പുറത്ത് കളിക്കാൻ പോയതാണ്. അപ്പം ഉമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, താൽ മോനെ വാ, റസൂൽ വന്നിക്കുന്നല്ല, താൽ ഊത്തിക്ക, എനിക്ക് ഞാൻ ഒരു സാധനം തരാറ്, ഒരു സാധനം തരാം, അതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ മുമ്പൊക്കെ ചെറുപ്പത്തിൽ, ഇപ്പോഴുള്ള കുട്ടികളൊന്നും അങ്ങനെ വേണ്ട, നമ്മളൊക്കെ ചെറുതാണ് സമയത്ത് നമ്മൾ മോനെ എന്നാ ഇത് തിന്നോ അറിയും, എന്തിനാ നമ്മളെ പിടിക്കാനാണ് അല്ലേ, അങ്ങനെ ഉണ്ടായില്ലേ? പക്ഷേ റസൂൽ അവിടെ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ റസൂൽ ചോദിച്ചു ആ ഒരമ്മാനോടെ, മാ അറത്യാൻ തോത്തിയ ബിഹി, എന്ത് കൊടുക്കാനാണ് നീ വിളിച്ചത് അവനെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അറത്വൻ ഊത്തിയഹു തമ്രൻ, ഞാൻ അവനക്ക് കുറച്ച് കാരക്ക കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്, കുറച്ച് കാരക്ക കൊടുക്കാൻ വിളിച്ചതാണ്. അപ്പോൾ റസൂലിൻ്റെ മറുപടി, റസൂൽ സന്ദർഭത്തിനനുസരിച്ചാണ് പഠിപ്പിക്കുക, അമ്മ ഇന്നക്ക് ലൗലം തൂത്തിഹി ചെയ്യാൻ, നീ അവനക്ക് അതൊന്നും കൊടുത്തില്ലെങ്കിൽ കുത്തിബ അലൈക്ക് കദിബൻ, എൻ്റെ പേരിൽ കളവ് എഴുതി വെക്കും. ഇപ്പം എന്താ കളവ് പറഞ്ഞ്? മോനെ വിളിച്ചെത്തിയതാ, ഇന്നത് തരാനുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? ചിലവരോട് പറയുന്നത്, ഞാനിപ്പോൾ ഡൽഹിയിലാണ്, പൈസയൊക്കെ കടമായിട്ടേ, ഇത്ര കളവാ പറയാറിയോ? ഞാൻ ചിലപ്പോൾ ഒരാഴ്ച വൈകും, മൂപ്പര് പടത്തിലുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നല്ല നിപുണന്മാരാണ് അല്ലേ? ചില കച്ചവടക്കാരുണ്ട്, എല്ലാ സാധനവും വാങ്ങിക്കൊണ്ട് പൈസ വാങ്ങാൻ വേണ്ടി വന്നാൽ കല്ലാവോ എന്ന് പറഞ്ഞ് നടക്കുന്നതായിരുന്നു. ഒരു വെറും കല്ല, പൈസ കൊടുക്കില്ല. അപ്പോൾ അത് പറഞ്ഞാലും ഇവിടെ കുത്തുന്ന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, പഠിച്ചോനെ അതെല്ലാം കൂടി പരലോകത്തൊത്തപ്പോൾ ആലോചിച്ച് നോക്കിയതിൻ്റെ ഹാല് കുടുങ്ങിപ്പോവും. ആർക്ക് വേണ്ടി കല്ലാവാണ്? കല്ലാവ് വരും, നാളെ നിങ്ങൾ വരും അള്ളാൻ്റെ മുമ്പിൽ, അപ്പോൾ കല്ലാവാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരിക്കലും കളവ് പറയേണ്ട, സത്യസന്ധത പാലിക്കുക. സത്യസന്ധന്മാർക്കുള്ളതാണ് പരലോകം, സ്വർഗവും അവർക്കുള്ളതാണ്, അള്ളാഹ് അവരെ തൃപ്തിപ്പെടുള്ളൂ. ഈ ബോധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് സത്യസന്ധന്മാരായി ജീവിക്കുക എന്ന് മാത്രമല്ല, എന്തിന് കളവ് പറയാതിരുന്നു, സത്യം പറഞ്ഞു എന്ന് അള്ളാഹിൻ്റെ ചോദ്യമുണ്ട്. ചില ആളുകൾക്ക് പ്രകൃതിയാൽ തന്നെ കളവ് പറയാൻ പറ്റാത്തുള്ളൂ, അങ്ങനല്ലേ? ചില മുസ്ലിങ്ങളൊന്നും കളവ് തന്നെ പറയില്ല. അപ്പം നമ്മൾ പറയുന്നുണ്ട് മുസ്ലിമിനേക്കാൾ ബെറ്ററാണ് ഗോപാലിന്. അതെന്താ? അയാളുടെ പ്രകൃതിയാണ്, കളവ് പറയില്ല. അതിന് രേഖ എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിക്ഷിക്കാൻ വേണ്ടി ഹിർക്കലിൻ്റെ അടുത്ത് അബൂ സുഫിയാൻ പോയ രംഗമുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സ്വീകരിക്കാണ്ടക്കാൻ റോമാ ചക്രവർത്തിക്ക് അടുത്ത് റസൂലുള്ളാഹിനെയും സഹാബത്തിനെ പറ്റിയും പറഞ്ഞിട്ട് ഹിർക്കലിനെ പ്രേരിപ്പിച്ച് ആ നാട്ടിൽ നിർത്താണ്ടക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ ഹിജ്റ പോയതാണ്. അവിടെ നിർത്താണ്ടക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ ചെന്നു അബൂ സുഫിയാൻ. അപ്പോൾ ചോദിച്ചു, ഹിർക്കൽ ചോദിച്ചു, ഈ മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നതിന് മുമ്പ് ജനങ്ങളോട് വല്ല കളവും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏത് അയാൾ എന്താ അങ്ങോട്ട് പറഞ്ഞു എന്ന് ചോദിച്ചോ? പറഞ്ഞു, ഓരോ കാര്യവും പറഞ്ഞു, റസൂലുള്ള പറഞ്ഞൊക്കെ. ഏത് അള്ളാഹു അല്ലാതെ വേറെ ആൾ ഇലാഹില്ല, നിസ്കരിക്കണം, സലാത്തിന് കൽപ്പിക്കുന്നുണ്ട്, കളവ് പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അഫാഫ് വേണം, പാതിവ്രതനായി ജീവിക്കണം, ഇതൊക്കെ നബി പറഞ്ഞതാ. പറയാത്തൊരു കാര്യവും പറഞ്ഞില്ല ആര്? അബൂ സുഫിയാൻ.
അയാൾ ആരാ? മുശ്രിക്കാണ്. അതെന്താ? അയാളെ തബിയത്താണ്, പ്രകൃതമാണ്. അയാൾക്ക് കളവ് പറയാൻ കഴിയില്ല. മനസ്സിലായി? അങ്ങനെ ചിലവുണ്ട് കളവ് പറയാൻ അറിയാത്തവര്. അതല്ല, അതുകൊണ്ടാണ് അള്ളാഹു എന്തുകൊണ്ട് നീ സത്യം പറഞ്ഞു എന്ന് ചോദ്യം ഉണ്ട്. പഠിച്ചോനെ നീ തന്ന പ്രകൃതിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൂലി ഉണ്ടാവില്ല. അപ്പം നമ്മൾ ബോധപൂർവ്വമായിരിക്കണം, നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് കളവ് പറയാൻ അടക്കണം. ഞാൻ കളവ് പറയില്ല. ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അള്ളാൻ്റെ മുമ്പിൽ ഒരു പ്രതിജ്ഞ എടുക്കുക ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ, ഇനി ഞാൻ മരണം വരെ കളവ് പറയില്ല. അത് പറയാൻ വലിയ പണിയാണ്, നടക്കാൻ. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതിജ്ഞ എടുക്കും. നമ്മൾ ബാക്കിയൊക്കെ പ്രതിജ്ഞ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷെ അതിനൊന്നും മുടക്കില്ല. പ്രതിജ്ഞയ്ക്ക് ഒരു മുടക്കൂല്ല ഇവിടെ. എല്ലാ തലത്തും പ്രതിജ്ഞ. ലഹരിക്കെതിരെ പ്രതിജ്ഞ, സകല കാര്യത്തിനും പ്രതിജ്ഞ ഉണ്ട് അല്ലേ? നിങ്ങളത് എടുക്കുന്ന പ്രതിജ്ഞ അതല്ല, നിങ്ങൾ പള്ളിയിൽ നിന്നാണ് റബ്ബുമായി ഒരു പ്രതിജ്ഞ എത്താളി. എന്ത്? ഞാൻ ഇനി മരിക്കുന്നവരെ എന്ത് നഷ്ടം വന്നാലും കളവ് പറയില്ല. അങ്ങനെ കളവ് പറഞ്ഞാൽ ഖബറിൽ സൂക്ഷിക്കപ്പെടും. മയ്യത്ത് പോകുമ്പോൾ ആരും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നിങ്ങൾ ഈ മയ്യത്ത് വീട്ടിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ ആരെയും ഉണ്ടാവുമോ കൂടെ? വന്നോലൊക്കെ ഇങ്ങോട്ട് പടങ്ങൂലേ? ഓല് ഏതുവരെ നിൽക്കും ഖബറിൽ? അത് മാത്രമല്ല, ചിലപ്പോൾ തസ്ബീത്തിൻ്റെ ദ്വായൊക്കെ ചെയ്തിട്ട് ആളുകൾ കുറച്ച് നേരം അധികം തസ്ബീത്തില്ല, സ്വന്തം ബന്ധുക്കൾ ഇങ്ങനെ ടൈം നോക്കും. സമയമായില്ലേ അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? മയ്യത്ത് മറാടി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കും. എന്തിനാ? നിർത്താൻ സമയമായില്ലേന്നാ. ഓൻ്റെ ബാപ്പക്കാ തസ്ബീത്ത് നടത്തുന്നത്. മോൻക്ക് ഇത് നിർത്തണം. കാരണം എന്താ? ഓൻക്ക് ഇനിയിപ്പോൾ ഒന്നും കിട്ടാനില്ല. അയാളുടെ കഴിഞ്ഞു, ടേൺ ഓവർ കഴിഞ്ഞ സാധനം പോയത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കുക, നമ്മളുടെ ജീവിതം വിശുദ്ധമാക്കുക. അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് വിശുദ്ധനായി പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിബിനായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യസന്ധനായി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെ കത്തി ആളുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്തൊരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായി രോഗങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങളാൽ കട്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.